നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിലുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരറിഞ്ഞു. സാംകുട്ടിയെ എവളെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവളേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ, പാരമ്പര്യമാണ് കൊട്ടില്ലതാണ്. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്നും ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നില്ല ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപവും തറവാടിത്തവും ഒക്കെ ഉള്ള വേറെ എത്ര പെൺപിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ. മണിക്കുട്ടി പോലും പള്ളിമതിലെ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണൂക്കാര്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിലെ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ ശിശ്മക്കാരത്തേക്ക് പിടിച്ചു കൊടുക്കാനൊക്കെ കയറാ. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലേ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനുണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ എൻ്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിഷ തമ്പുരാൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ളൊരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി വിഷമിക്കരുത്. നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. Running away? Really? യാ, റണ്ണിങ് അവേ. My lord, surprising. The real adventure begins. Samkudi, where are we going? Where is the final destination? I don't know. എനിക്കറിയാം മേലൻ്റെ ആനി. Anywhere in the world. I don't care. Santosham kondeni kirike anmele. This Annie. is the real happiness. ഇരിക്കാനി. Hallelujah. Praise the Lord. Praise the Lord. അപ്പനും ചേട്ടന്മാരും പറ്റിച്ചോ ഏറെണ്ണം കെട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോകണില്ല ഞാനവനെ. നോക്കിക്കോ മോനെ ക്രിസ്റ്റി, വണ്ടിയിലിടാ. നമുക്ക് മാത്തച്ഛനും വീട് എടുത്തോട്ട് പോവാം. വല്ലതും നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താന്ന് വിഷമിക്കുന്നേ? നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് വെണ്ണുനും വീട്ടുകാരുടെയും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തേക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, യവന് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈൻറ്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുട്ടിച്ചാൻ എന്നാ അതിലിനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എൻ്റെ ജീവിത ലക്ഷ്യം. ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോൾ പെണ്ണും ചെറുക്കനും എൻ്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റുഹാദ കുദിഷ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേർ തലയും മാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ. അല്ലെങ്കിൽ കൊച്ചിലാണ് എഴുന്നേറ്റ് ഇപ്പം നിന്നെത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്. If the spirit of the Lord is in my soul, like David the sinner, I will pray. If the spirit of the Lord is in my soul, like David the sinner, I will pray. I will pray, I will pray, like David the sinner, I will pray. I will pray, I will pray, like David the sinner, I will pray. If the spirit of the Lord is in my soul, like David the shepherd, I will
Praise the Lord, ചേട്ടാ. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദ ലോർഡ് ഫ്രണ്ട്സ്. പപ്പ വലിയ കൂട്ടായാലോ ചേട്ടൻ ചേച്ചിയൊക്കെ ആയിട്ട്. ഇവരൊക്കെ ആരാന്നറിയാവോ? ഡൽഹിയിലെ കറിയാച്ചനുള്ള ഫ്രണ്ട്സാ. നാട് കാണാൻ വന്നതാ. ഓ, അപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? വാ, നീ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, അതൊക്കെ പപ്പ പറഞ്ഞാലേ അവർ കേൾക്കണ്ട. നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ടേ ശബ്ദം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ കഥ ഒന്ന് ചാരിയേക്ക്. ഡൽഹിയിലെ കറിയാച്ചനങ്ങളുടെ ഫ്രണ്ടായ ചെറിയാനങ്ങളുടെ മോളായി ഈ ആനി ചേച്ചി. ആനി ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ സാങ്കുട്ടിച്ചേട്ടൻ. ചെറിയാനങ്ങൾ സാങ്കുട്ടിച്ചേട്ടന് ഇഷ്ടമൊക്കെയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, ചെറിയ റിസ്ക്കുള്ള കാര്യമാ. എന്നതാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഒരു പന്തയത്തിൽ ജയിക്കണം, എന്നാലേ ചെറിയാനങ്ങൾ ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തുള്ളൂ. അതിനായിട്ട് ചെറിയാനങ്ങളും ഇവരും ചേർന്ന് ഒളിച്ചേ കണ്ടേന്നൊരു കളി കളിക്കുക. ആ, മൈ ഗുഡ് ഗേൾ. കളിയിൽ ജയിച്ച ഇവർ രണ്ടുപേരെയും കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും, ഒരു BMW കാറും മേടിച്ചു കൊടുക്കും. അതാ കരാർ. തോറ്റാലോ കല്യാണവും ഇല്ല, കാറും ഇല്ല. അപ്പം നമുക്ക് ഇവരെ ജയിപ്പിക്കണ്ടായോ? അങ്ങനെ തന്നെ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്. ഞാൻ പറയത്തില്ല. ഞാനും പറയത്തില്ല. നീ ചുമ്മാ പറഞ്ഞാ പോരാ, പപ്പായുടെ തലത്തോട്ട് സത്യം ചെയ്യും. പപ്പയാണ് സത്യം. ഞങ്ങൾ ആരോടും പറയത്തില്ല. സ്കൂളിൽ പോകാനുള്ള സമയമായോ? ഇന്നലെ ഇവിടെ സംഭവം ഉണ്ടായി. എന്തുവാ? വാ, കാണിച്ചു തരാം. പപ്പയോട് പറയല്ലേ? ഏയ്, ഞാൻ പറയത്തില്ല. വേഗം വാ. എന്നിട്ട് ഇതേലായിരുന്നു കിളിക്കൂട്. ഒരു കുഞ്ഞമ്മ കിളി. കിളി പറന്നും പോയി. മുട്ട താഴെ വീണ് പൊട്ടുകയും ചെയ്തു. ബോള് കൊണ്ടിട്ടാ. അയ്യോ, കഷ്ടമായി പോയല്ലോ മക്കളെ. Come here. പിന്നെ അവിടെ എന്നതാ കേട്ടേ? ജോയിച്ചോ, ഈ ചാവടിയിൽ എന്നതാ ജോയിച്ച ഒരു ശബ്ദം? ആരാ അവിടെ? നിന്റെ അപ്പ മാത്തുക്കുട്ടി. നിനക്ക് എന്നാത്തിന്റെ കട? ഞാൻ അറിയാതെ ആരാണ് അതിനകത്ത് കയറുന്നേ? ഞാനൊരു സംശയം ചോദിച്ചെന്നും വെച്ച് എന്റെ അപ്പൻ എന്നെ വിളിച്ചു. നീ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാതെ വേഗം തോട്ടത്തിലോട്ട് ഇറങ്ങും. ഓ, അവിടെ പോയി പറയണ്ടേ പപ്പ? മിണ്ടാതിരുന്നോടെ. എന്നതാ ചോദിച്ച? ഇതിനിടെ അക്കാര്യം ഞാനങ്ങ് മറന്നു. നീ ഒന്ന് കോയമ്പത്തൂർ വരെ പോണം. ആൻസേ, പോളിനെ കണ്ട ആ ടാക്സിന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കണം. അതാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. 2 ദിവസം അവിടെ താമസിച്ചാന്നേലും എല്ലാം ശരിയാക്കി വെച്ച് വന്നാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അത് ചോദിച്ചായി കോയമ്പ. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. ഞാനേ ചാക്കോ എന്ന് കോയമ്പത്തൂർക്ക് പറഞ്ഞു വിടുക പോളിനെ കാണാൻ ടാക്സിന്റെ കാര്യത്തിന്. നീ അവന് വഴിച്ചെലവിലുള്ള കാശം കൊടുത്തേക്ക് കേട്ടോ. കുമ്പസാരം മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഉപാധിയാണ്. പാപമുക്തിക്ക് ഇതിലും മികച്ചൊരു സിദ്ധൌഷധം വേറെ എന്താണുള്ളത്? അച്ഛോ, നമ്മുടെ സണ്ണിയാ. ഓ, ഹലോ, എന്നാണ് സണ്ണി? ഞാൻ ഇവിടെ ഇച്ചിരി കുമ്പസാരിച്ചോണ്ടിരിക്കുക. ഞാനിത് കഴിഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇടാ, നീ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലയോ? നമ്മുടെ ആനയുടെ അച്ഛൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കുമ്പസാരം കേൾക്കാൻ. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വിളിക്കാം. നേരം കളയാതെ കുമ്പസാരിക്കടാവേ, എനിക്ക് വേറെ പണിയുള്ളതാ. ശരി ശരി. അച്ഛോ, ഞാൻ എൻ്റെ വീട്ടിൽ 2 പേരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടണ്ട അച്ഛോ, ഇവർ കള്ളന്മാരും കൊലപാതകളൊന്നുമല്ല, ഒരാണും പെണ്ണുമാണ്. വെറും കാമുകന്മാർ. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കൊലച്ചതിയാണല്ലോടെ ജോയി നീ ചെയ്തത്. കടുവാക്കുന്ന കുഞ്ഞൂട്ടി മക്കളിവിടെ വന്നിരുന്നു. ഭ്രാന്ത് പിടിച്ച് നടക്കുക അവര്. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് പേടിയാവുന്നല്ലോ കർത്താവേ. അതിന് അച്ഛനെന്തിനാ പേടിക്കുന്നു? ഇനിയെങ്ങാനും അവർ ഈ വഴി വന്നാൽ അറിയാൻ മേലെന്ന് ഞാൻ എങ്ങനെയാടാ പറയുന്നത്? ഒന്നുമില്ല, ഞാനൊരു അച്ഛനല്ലയോ? കുമ്പസാര രഹസ്യം പുറത്തു പറയുന്നത് പാപകർമ്മവും കർത്താവിന് നിരക്കാത്ത കാര്യമാണ് കേട്ടോ. പീലാത്തോസ് കർത്താവിനോട് ചെയ്തതിലും വലിയ ചെയ്താണല്ലോ ജോയി നീ എന്നോട് ചെയ്തത്.
ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ പിതാവേ? നീ തന്നെ പറ. ശരി, അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. താങ്ക് യു സർ. ഓക്കെ. പൗലോസ് പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ. മാത്തച്ഛനപ്പി വാക്ക് പാലിച്ചെന്നാ തോന്നുന്നേ. വണ്ടി ഇടറാ. ചെറിയാൻ വർഗീസ് എന്നല്ലയോ നമ്മുടെ പേര്? അതെ, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാനാ വന്നത്. ഞാൻ കരിമണ്ണൂർ കടുവാക്കുന്നിൽ കുഞ്ഞുട്ടി. ഇതെന്റെ മൂത്ത മക്കള് സോണിക്കുട്ടിയും സിബിക്കുട്ടിയും. ഞങ്ങൾ ഇളയ ചെറുക്കൻ സാംകുട്ടിയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാൽ കൊള്ളാം. പോലീസിനെ വിട്ട് അപമാനിച്ച പോരാഞ്ഞ് പിന്നെ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നേ? മേരി പ്ലീസ്, ഞാൻ സംസാരിച്ചോളാം ഇവരോട്. നിങ്ങളുടെ മകന്റെ യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒരേ ഒരു മോള ആനി. അവൾ എവിടെയുണ്ടെന്ന് പോലും ഒരറിവുമില്ല. ഫോണിൽ വിളിച്ചിട്ട് അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എടോ ചെറിയാൻ വർഗീസേ, തന്റെ നാടകവും നിന്റെ അടുത്ത് വിലപ്പോകത്തില്ല. കളിയാക്കുവാന്നോ നിങ്ങള്? പള്ളി മുതലേക്ക് ഒരുത്ത നല്ല എ ക്ലാസ് കുടുംബമാണ് ഞങ്ങളുടേത്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഓസിന് അടിച്ചെടുക്കാനാ പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കുകയല്ല. ഞാനൊരു അച്ഛനാണെന്ന് താങ്കൾ മറക്കരുത് സഹോദര. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പണവും 150 ഏക്കറും ഒന്നും. എന്റെ മോക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10-40 വർഷത്തെ അധ്വാനം കൊണ്ട്. അത് തന്നെ അവൾക്ക് അധികമാണ്. പണം മാത്രം പോരടോ, പാരമ്പര്യം വേണം. പാരമ്പര്യം. ഈ കുടുംബമഹിമ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മാർക്കം കൂടിയവർക്ക് എങ്ങനെ അറിയാനാ? മിസ്റ്റർ കുഞ്ഞുട്ടി, ഇത് എന്റെ വീടാ. ഈ പടിക്കൽ വന്ന് ഇങ്ങനെ അനാവശ്യം സംസാരിക്കരുത്. ഞാനൊന്ന് ഉച്ചത്തിൽ വിളിച്ചാലും വരും നാട്ടുകാർ കുറച്ചുപേരൊക്കെ. എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്തോ. അതിന്റെ വരും വരായികളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. വരേടാ. അതെ, ഞങ്ങളെ ചെറുക്കൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കും ഞങ്ങള്. അതിന്റെ വില എല്ലാരും കൂടെ അനുഭവിക്കേണ്ടി വരും. അതോർത്തോ. ഇനി അവാന്തിക്കണ്ട. വിളിയടാ വെക്കനെ. കാമുകന്മാർ അത്താഴം വല്ലതും കഴിച്ചായിരുന്നു ആൻസി? അവരെപ്പോഴേ കഴിച്ചു. അവരിപ്പോ ഉറങ്ങിക്കാണും. അതാരും ഈ നേരത്ത് ബൈക്കിൽ? ഞാൻ പോയി നോക്കിച്ചേരാം. ആരാന്നറിയാതെ വരാന്തയിലോട്ടൊന്നും ഇറങ്ങാൻ പോണ്ട ചോദിച്ചു. ആരാ? ഞാനാ ചോദിച്ചേട്ടാ, ജോസാ. നീയായിരുന്നു. മനുഷ്യനെ പേടിപ്പിച്ചോന്നല്ലോ. നീ എന്നതാ ജോസ ഈ നേരത്ത്? ആ കുളപ്പുറം വക്കനും കൂട്ടി ഈ വഴിക്കും കണ്ട് പോന്നിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. ജോയിച്ചേട്ടനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സണ്ണിച്ചാൻ. ആ ഡൽഹിക്കാരെ നല്ലപോലെ ഒളിപ്പിക്കുക ബുദ്ധി. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ച് സർക്കിൾ ബാലൻസാറിന്റെ വീട്ടിലോട്ട് പോയേക്കാ സണ്ണിച്ചാൻ. എന്നോട് ഇവിടെ വന്ന് കൂട്ടുകിടക്കാൻ പറഞ്ഞു. നീ ഇരിക്കും. ഓ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ജോസ് പറഞ്ഞത് കേട്ടല്ലോ. നമ്മളിനി എന്നാ ഇവിടെ ആൻസി? ഇത്ര ധൈര്യമില്ലാത്തവൻ പിന്നെ എന്നാത്തിനാ ഈ വയ്യാവേലിക്ക് പോയത്? കൊളപ്പുറം വക്കനെന്നാ ഇവിടെ വന്ന് എല്ലാരെയും അങ്ങ് കൊന്നു തിന്നുവോ? ഇതെന്നെ വെള്ളരിക്കാ പട്ടണോ? നമ്മളിവിടെ ജീവിക്കുന്നവരില്ലയോ? നീ തന്നെയാന്നോടി ആൻസി ഇത്? കുറച്ചു മുമ്പ് എന്നോട് പുറത്തോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു വെച്ച് ഇപ്പൊ എന്നതാ ഒരു ധൈര്യം? നീ ചോദിച്ചതൊക്കെ ശരി തന്നെയാ. പക്ഷെ ആ ചാവടി കിടക്കുന്ന അതുങ്ങളെ വക്കം പിടിച്ചോണ്ട് പോയാൽ തീർന്നില്ലയോ നമ്മുടെ അഭിമാനം? ആ ചെറുക്കനുടെ നല്ല തല്ലും കിട്ടും. ആ പെണ്ണിന്റെ കാര്യം അതിലും കിട്ടും. പിന്നെ സണ്ണിയോട് ഞാൻ എന്നാ പറയും? അവന്റെ ഒത്തിരിക്കാലത്തെ മോഹമില്ലയോ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ എന്നായെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. തൽക്കാലം നമുക്ക് അവരെ ആ തേങ്ങാക്കൂടിന്റെ തട്ടയിലോട്ട് കയറ്റിയാലോ? മിനിഞ്ഞാന്ന് തേങ്ങയെല്ലാം ഇറക്കി തട്ടടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുമല്ലയോ? അതിനെ കോവണി അഴിച്ച് വെളിയിലിട്ടിരിക്കുമല്ലോ ആൻസി. അതൊന്നും സാരമില്ല. ഒരു മേശയുടെ പുറത്ത് സ്റ്റൂൾ വെച്ച് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. നിങ്ങൾ പോയി പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കും. അപ്പോഴത്തേക്ക് ഞാനും ജോസും കൂടെ തേങ്ങാപ്പുരയുടെ താഴോട്ട് എന്ന് ഒരു മേശ പിടിച്ചിട്ടെ. വാ. സാങ്കുട്ടി, സാങ്കുട്ടി എഴുന്നേറ്റേ. എന്താ ചോദിച്ചേട്ടാ? സാങ്കുട്ടിയുടെ അപ്പൻ കുളപ്പുറം വക്കനെ വേറെ 1-2 കേടുകളെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. സാങ്കുട്ടിയെ പിടിച്ചോണ്ട് പോവാൻ നിങ്ങളെ നല്ലതുപോലെ ഒന്ന് ഒളിപ്പിക്കണമെന്ന് ആ സണ്ണി വക്കീൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടിപ്പം ഒളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തേങ്ങാക്കൂട്ടിനെ തട്ട. തലമുട്ടാതെ നോക്കണമെന്നേ ഉള്ളൂ. കുറച്ചു നേരം മതിയല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യാം.
അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, പായും തരണയും കൂടെ തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്നാ? സ്വർഗസ്ഥനായ പിതാവേ, ഈ പാനപാത്രത്തിന്റെ കാര്യത്തിൽ നീ എനിക്കൊരു വെളിച്ചം തരണമേ. പ്രൈസ് ദ ലോർഡ്. ഓലൻ, നല്ല ആട്ടിൻകുട്ടി പോലെ ഒരു പെണ്ണിനെയാണ് നീ പാനപാത്രം എന്ന് വിളിച്ചത്. തോടിക്കൊരു തൊട്ടിയാൻ വെച്ചിരും. ഇക്കണക്കിന് നീ ആ പാനപാത്രം കുറെ ഉപയോഗിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ജോയിച്ചേട്ടാ, എന്റെ വാക്കുകളെ ചേട്ടൻ തെറ്റിദ്ധരിച്ചതാണ്. ഒന്നാം കട്ട. അന്നേരടാ സാങ്കുട്ടിയെ നീ പറയുന്നത് അപ്പൻ്റെയും ചേട്ടന്മാരെയും കൈ പെട്ടുപോയാ നീ ആനിയെ ഉപേക്ഷിക്കുന്നതാണോ? ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ് ചേട്ടാ, നമ്മളുണ്ടാക്കിയ ഒരു വാക്ക്. ഞാൻ എൻ്റെ അപ്പനും ചേട്ടന്മാർക്കും കീഴടങ്ങേണ്ടി വന്നാൽ അത് ദൈവനിശ്ചയമാണ്. ആരും ആരെയും ഉപേക്ഷിക്കുന്നില്ല, എല്ലാം ദൈവം ചെയ്യുന്നു. എന്നാ പിന്നെ ദൈവം എന്നതെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ ആനി എണീപ്പിക്ക്. നമുക്ക് ആ തേങ്ങ കൂട്ടിനോട്ട് പോവാം. ആ അനി അനി തമ്പുരാനെ, പാപചിന്തകളിൽ നീ എന്നെ നിവർത്തിക്കണമേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വരല്ലേ കർത്താവേ. അതെ, ലേറ്റ് വേണ്ട, പ്രശ്നമുണ്ട്. ആനി, ജോയിച്ചേട്ടൻ പറയുന്നത് എന്റെ അപ്പൻ നമ്മളെ പിടിക്കാൻ ഗുണ്ടകളെ വിട്ടിട്ടുണ്ടെന്നാ. നമുക്ക് ഇവിടുത്തെ തേങ്ങാക്കൂട്ടിലോട്ട് കയറി ഒളിച്ചിരിക്കാം. Praise the Lord. If I let you go, I will never know what my life would be holding close to me. Now again we are doing the real adventurous things. Praise the Lord. എന്നതാടാ സാങ്കുട്ടി വിളി പറയുന്നത്? ചേട്ടാ, നമ്മൾ യഥാർത്ഥമായ സാഹസിക പ്രവർത്തികൾ ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് ആനി ദൈവത്തെ സ്തുതിക്കുകയാണ് ചേട്ടാ. Praise the Lord. The pleasure of this unique experience is something like the pleasure we experience from the movies, and I have no words to explain it. Thank God. സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ ആനന്ദകരമാണ് ഈ അനുഭവം. അതിനെ വിവരിക്കാൻ വാക്കുകളില്ല. ദൈവത്തിന് നന്ദി എന്നാണ് ചേട്ടാ ആനി പറയുന്നത്. ഓഹോ. Thanks to Joey uncle also for giving us a chance to experience this heavenly pleasure. ഈ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരുന്നതിന് അവൾ ചേട്ടനും നന്ദി പറയുന്നു. No mention, no mention. Day after day, time pass away, and I can't get you out of my mind. ആദ്യം സാങ്കുട്ടി കയറും. Wow. ആനി കയറുമ്പോ പിടിച്ചോണ്ടേ സാങ്കുട്ടി. ശരി ചേട്ടാ. ഇനി ആനി കയറും. Help me, Samkuti. Come up, Annie. Come on, Annie. Try. Come up. Grab my hand. Try. സഹായിക്കോ ചേട്ടാ? Please, uncle. Pull. കൈ പിടിച്ചു. ഭർത്താവേ, ആൻസി ഇപ്പൊ ഇങ്ങോട്ട് വരല്ലേ? Sorry, Cheta. ചേട്ടനും അപ്പൊ അങ്കിളും. നോ പ്രോബ്ലം, നോട്ട് അറ്റ് ഓൾ പ്രോബ്ലം. ഞാനോ ആൻസോ വിളിക്കാതെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങരുത്. No, Cheta. പണി പറ്റിച്ചല്ലോ ജോസേ. എന്റെ ആ തോക്കെന്ത് ചെയ്യേ? തോക്കൊന്നും വേണ്ട, ജോയിച്ചിനെ അങ്ങോട്ട് ചെല്ല. അവരെന്നാ ചെയ്യുന്ന അറിയാലോ. അവര് തന്നെ പാർട്ടി. അതാടാ കൊളപ്പുറം മക്കൻ. ഇത് മുല്ലത്താഴത്തെ വിടല്ലയോ? ആ അതെ. നമ്മളാന്നോ ജോയ്? അതെ. നിങ്ങളാരാ? എന്നാ കാര്യം ഈ രാത്രിയിൽ?
കേട്ടിട്ടുണ്ടാവും. ഞാൻ കരുമണ്ണൂർ കടുവാക്കുന്നിൽ കുഞ്ഞുട്ടി. അവൻ എന്നെ ഓർമ്മ കാണാതിരിക്കുവേല. എന്റെ ഇളയചെറുക്ക സാംകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഏതോ ഒരു ശിശുമക്കാരി പെണ്ണിന്റെ കൂടെ ഇവിടെ ഒളിപ്പിച്ചിട്ടുള്ളതായി ഞങ്ങൾക്കൊരറിവ് കിട്ടിയിട്ടുണ്ട്. അവനെ അങ്ങ് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നേ. ഇങ്ങ് ഇറക്കി വിടവനെ. വക്കനോട് കളിക്കല്ലേ, കളി പഠിപ്പിക്കും വക്കൻ. ചേട്ടാ, ഇത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്നതായാലും നിങ്ങൾ പറയുന്ന ആളിവിടെ ഇല്ല. സത്യത്തിൽ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാൻ മേല. പിന്നെ നിങ്ങളുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം എനിക്ക് എന്നതാ. അതുകൊണ്ട് ചേട്ടൻ പോയട്ടെ. സാറൊന്ന് നിന്നാട്ടെ. സാംകുട്ടി ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ഞങ്ങളുടെ ചെറുക്കനെ ഇറക്കി വിടുന്ന എല്ലാവർക്കും നല്ലത്. എന്നതാന്ന് വെച്ചാൽ തീരുമാനം വേഗം പറ. ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ല. അതെ, അർദ്ധരാത്രിക്ക് പെണ്ണുങ്ങളും പിള്ളേരും ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ വന്ന് നിങ്ങളുടെ മോനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോന്നു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടോന്നൊന്ന് അറിയണമല്ലോ. ചിലപ്പം സ്ത്രീ പീഡനമാവും വകുപ്പ്. നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറി പരിശോധിക്കും. നിങ്ങളുടെ മോനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇന്നത്തെ വീട് കയറ്റം ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയല്ല. അല്ലെങ്കിൽ എന്റെ അപ്പന്റെ പേര് ചുള്ളിക്കാൻ മറ്റത്തിൽ ചാണ്ടിക്കുഞ്ഞെന്നല്ല. അപ്പോ കലക്ടർ ജോൺ ചുള്ളിക്കാൻ പറ്റും? എന്റെ അപ്പന്റെ അനിയനാ. ഞങ്ങൾക്ക് ന്യായമായൊരു സംശയമുള്ളതുകൊണ്ടാ. സംശയം തീർത്തിച്ച് പോ ചേട്ടാ. ഉറങ്ങുന്ന പിള്ളേരെ ഉണർത്തരുതെന്ന് മാത്രം. Don't cry, Samkuti. It's okay. പോടാ. പോടാ മക്കളെ. ജോയിച്ചിന്റെ പൊട്ടത്തോക്കിനേക്കാളും എത്ര നല്ലതാ എന്റെ നാക്ക്. അത് ഇവന്മാര് പോയില്ലടാ പക്ഷേ. യവന്മാരെ ഇവിടെ ആക്കിയിട്ട് കടന്നാ മറ്റോമാര് നമ്മളെ കൊല്ലിക്കാനായിട്ട്. കളക്ടറെന്നും മറ്റും കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞൂടെ ഞാൻ പേടിക്കുമായിരിക്കും. പക്ഷെ ഇതുപോലുള്ള ഉമ്മാക്കികളൊന്നും ഈ വക്കൻ്റെ അടുത്ത് നടക്കത്തില്ല. മഹാ കേടികളാ ഞങ്ങൾ. വന്ന കാര്യം നടത്തിയേ വെച്ചാൽ ഞങ്ങൾ പോകത്തുള്ളൂ. സഹോദരിയായി അവരെ ഇറക്കി വിടാൻ പറ ഭർത്താവിനോട്. സ്ത്രീ പീഡനമെങ്കിൽ സ്ത്രീ പീഡനം തന്നെ. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കുത്തിയ മാനസികളെല്ലാത്രയും. ജീവൻ വേണേ സ്ഥലം വിട്ടോ. അയ്യോ, അതാ നിനക്ക് നല്ലത്. വേണ്ട ജോയി, വേണ്ട. വെറുതെ പേടിപ്പിക്കാൻ നോക്കരുത്. എന്റെ ഗുണ്ടാ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് തോക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വെറും ഒരു തോക്കേണ്ട ഭയക്കുന്നവരല്ല ഞങ്ങൾ ഗുണ്ടകൾ. പേടിപ്പിക്കരുത്. തമ്പുരാനാണ്, ഞാൻ കാഞ്ചി വലിക്കും. ജീവൻ വേണേ ഓടിക്കോ. ഓടിക്കോടാ. അയ്യോ, എല്ലാരും പോയാ. അയ്യോ, വേണ്ട ജോയി, വേണ്ട. നിന്നെ എടുത്തോളാം ഞാൻ. കേട്ടാ, വണ്ടി ഓക്ക് കണ്ടാ പേടിക്കുന്നവനല്ല ഞാൻ. മക്കനോട് കളിച്ചാലേ പാടി പഠിപ്പിക്കും മക്കൻ. ഇപ്പോഴോ നിന്റെ നാക്കോ എന്റെ പൊട്ടത്തോക്കോ ഏതാ നല്ലത്? വാ. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high. അപ്പനും കൂട്ടരും ഒക്കെ പോയി കേട്ടോ. സാങ്കുട്ടി പേടിക്കണ്ട. ചേട്ടാ, എന്നതാനി? സാംകുട്ടിയുടെ ഫാദർ വന്നപ്പം സാംകുട്ടി ക്രൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനവന്റെ മൗത്ത് ആൻഡ് ഹാൻഡ് കൊണ്ട് ക്ലോസ് ചെയ്തു ചേട്ടാ. താങ്ക് യു ആനി. നോ മെൻഷൻ ചേട്ടാ. എന്നതായാലും നിങ്ങൾ ഇന്ന് ഇതിനകത്ത് തന്നെ കിടന്നു. അതാ സേഫ്. ഇനിയും ആരെങ്കിലും കയറി വന്നാലോ ഫുഡും ഇങ്ങോട്ട് എത്തിക്കാം. നോ പ്രോബ്ലം. ഒരു ഗുണ്ട വന്നിരിക്കുന്നു. ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നോക്കി നിൽക്കാതെ മാതച്ചനം പേടിയടാ. പോലീസിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.
എടാ സാങ്കുട്ടി നീയായിരുന്നോ? നിന്നെ ഞാനിപ്പം വെടിവെച്ചനല്ലടാ സാങ്കുട്ടി. തലയെ കൂടെ മുണ്ടൂട്ട് വേദപുസ്തകം കൈ പിടിച്ച് നീ ഈ നേരത്തെ ഇങ്ങനെ നടക്കാൻ അല്ലല്ല കുറച്ച് കാറ്റ് കൊള്ള ഇറങ്ങിയതാ ചേട്ടാ. നടക്കാനും കാറ്റ് കൊള്ളാനും പറ്റിയ സ്ഥലവാ, അതിന് പറ്റിയ നേരവും. നീ ആള് കൊള്ളാനടാവേ. യക്ഷിയും പ്രാതമൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാ. കുഴപ്പമൊന്നുമില്ല, നീ വാ നടക്ക്. ഇത് ഞങ്ങളുടെ ബൈബിളല്ലയോ? എന്റെ സാങ്കുട്ടി നിനക്ക് എത്ര ബൈബിൾ വേണേലും ഞാൻ വാങ്ങിച്ചു തരത്തില്ലായിരുന്നു. എന്നിട്ട് അവൻ പാതിരാത്രിക്ക് ബൈബിൾ മോട്ടിച്ചോണ്ട് ഒരൊറ്റ വെടിയും വെച്ച് വന്നാ. വാ നല്ല മുയൽ കുഞ്ഞിനെ പോലൊരു പെൺകുച്ചിനെ ഒറ്റയ്ക്ക് തേങ്ങാക്കുട്ടിൽ ടൈം വെച്ച് ഇറങ്ങിയിരിക്കും അവൻ രാത്രി മനുഷ്യരെ പേടിപ്പിക്കാൻ. നിന്നതേലും നടക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വരാന്ത തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞു. എന്നാലും ഇത്ര അങ്ങ് വിചാരിച്ചില്ല. എന്നാ പിന്നെ സാങ്കുട്ടി കയറി പോയിക്കോ. ഒരു പ്രാവശ്യം കൂടെ ഗുഡ് നൈറ്റ്. ചോദിച്ചേട്ടാ നീ വിഷമിക്കാതെ സാങ്കുട്ടി, കല്യാണമൊക്കെ നമുക്ക് ഉടനെ നടത്താം. നീ പേടിക്കണ്ട. അതല്ല ചോദിച്ചേട്ടാ, പിന്നെ എനിക്ക് എന്റെ അപ്പനെ കാണണം ചോദിച്ചേട്ടാ. അതൊക്കെ ആൻസി പിള്ളേരും കേൾക്കും. നീ മുട്ടുകാലിൽ നിന്ന് മോങ്ങാതെ അവിടെ നിന്ന് എഴുന്നേക്ക്. എവിടെ നിന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് ഇവിടുത്തെ തേങ്ങാപ്പുറയിലിട്ടിട്ട് അവൻ അപ്പനെ കാണുന്നു. ഇനി കല്യാണം കഴിച്ചാൽ മതി അപ്പനെ അമ്മയെ കാണുന്നു. എനിക്കറിയാൻ മേലെ എന്റെ തമ്പുരാനെ, ഇവൻ ഇത് എന്നാത്തിന്റെ കേടാ. നീ അവിടെ നിന്ന് എണീക്കേണ്ട സാങ്കുട്ടി. ചോദിച്ചേട്ടാ എഴുന്നേക്കടാ. എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു. സത്യമായിട്ട് ഇപ്പൊ നിന്റെ കളിയൊക്കെ എനിക്ക് മനസ്സിലായി. ഒളിച്ചോടാൻ നോക്കുമായിരുന്നല്ലോ അപ്പന്റെ അടുത്തേക്ക്. കേറി പോകാൻ. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നിനി ഇവിടെ എന്റെ കിടപ്പ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും തിരക്കട്ടില്ല. ബൈബിൾ. ഇനി ഇതിവിടെ വേണ്ട. ഇവന് പിന്നെ ഒളിച്ചോടാൻ തോന്നിയാലോ? അവക്കും തോന്നാമല്ലോ ഇതൊക്കെ. ഒരു വശത്ത് കടുവാക്കുന്ന കുഞ്ഞൂട്ടി, മറുവശത്ത് പോലീസ്. ഒരു പൊട്ടത്തോക്കും നീട്ടിക്കാണിച്ച് ആ വക്കനെ ഒരു തവണ ഓടിച്ചു വിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരിനിയും വരും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സീരിയസാ ഇപ്പൊ സിറ്റുവേഷൻ. എനിക്കാണെങ്കിൽ മേലാഫീസർമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദവും ഇടപെടലും ഒക്കെ ഉണ്ട് ഇതിന് പിന്നിൽ, പക്ഷഭേദമില്ലാതെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അതുങ്ങളെ പിടിച്ചെങ്കിൽ കെട്ടിക്കണമെന്ന്. അതായത് ഇന്നോ നാളെയോ തന്നെ. അതിനുള്ള ഏർപ്പാടുകൾ എന്നതാന്ന് വെച്ചാൽ ഇന്ന് തന്നെ ചെയ്യാൻ വേണം. അതിനിപ്പോ യവൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ദൈവവിളി കിട്ടിയാലല്ലേ ഉണ്ടാക്കത്തുള്ളൂ. യവന്റെ അപ്പൻ ഇങ്ങനെ നാടാകെ വലവിരിച്ചിരിക്കുമ്പം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ കച്ചേരി ചെന്ന് ഒരു കല്യാണം അങ്ങോട്ട് രജിസ്റ്റർ ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളത്. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവണ്ടായോ? എനിക്ക് മടുത്തു. എല്ലാം കൂടി ഇട്ടെറിഞ്ഞാൻ വെച്ച് എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് അതും ഇതൊക്കെ വിളിച്ചു പറയാതെ സണ്ണി. അപ്പം നിന്റെ പ്രോസിക്യൂട്ടർ ത്വത്തിന്റെ കാര്യമോ? അതിന്റെ വലിയൊരു ആശയില്ലയോ? ഒന്നും ഇല്ലേലും വേണ്ടില്ല, ഇച്ചിരി സമാധാനം കിട്ടിയാൽ മതി. എന്നതാ നീ പറയുന്നത്? നീ ഒരുത്തനായിട്ട് അതെല്ലാം വരുത്തി വെച്ചത്. എനിക്ക് വയ്യാന്ന് 100 തവണ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് എല്ലാം കൂടെ തലയെ കൊണ്ടു വെച്ചിട്ട് എന്നെ ആൻസിയെ ഇത്രയും കട്ടപ്പെടുത്തിയാൻ വെച്ച് ഒറ്റ എണ്ണ ചേട്ടോന്നല്ല. ജോയി, എന്താ ജോയി ഇത്? എന്നാത്തിനുള്ള പുറപ്പാടാ പിള്ളേരെ ഇത്? തമ്മിത്തല്ലി ചാവാനോ? ആ കുഞ്ഞുങ്ങളുടെ ദിവ്യമായ സ്നേഹം പൊലിഞ്ഞു പോകാതെ സൂക്ഷിക്കാനുള്ള ഒരു ഉപാധി കണ്ടുപിടിക്കാനല്ലോടാ നമ്മളിപ്പോ നോക്കേണ്ടത്. ഇക്കാലത്ത് കാമുകന്മാരായാലുള്ള ഗതികേടിനെ കുറിച്ച് ഇവൻ എന്നെ അറിയിച്ചു. ഇച്ചിരി സ്നേഹിക്കാൻ വേണ്ടിയാ നിങ്ങൾ എന്തുമാത്രമാണ് പാടുപെടുന്നത്. സാങ്കുട്ടിയുടെ കാര്യം പോട്ടെന്ന് വെക്കാം. ആ പെങ്കൊച്ചിന്റെ കാര്യമോ? ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് അതിനങ്ങ് വിട്ടേ വെച്ച് അതെവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ നിങ്ങൾ എന്നാ പറയും? അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ലെന്ന് ഞാൻ ഇന്നലെ കൂടെ പത്രത്തിൽ വായിച്ചതാ. നോക്ക് സണ്ണി, നിനക്ക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ജോയിക്ക് മനസ്സമാധാനം വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്തു തരാനും ഞാൻ തയ്യാറാണ്. അത് എത്ര അപകടം പിടിച്ചതായാലും. നീ ഇങ്ങനെ ടെൻഷനാവാൻ വേണ്ടിയല്ല ഞാൻ കാര്യം പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യണം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ബാലകൃഷ്ണ. സാങ്കുട്ടിയുടെ അപ്പന്റെയും ഗുണ്ടകളുടെയും കണ്ണു വെട്ടിച്ച് അവരെ എങ്ങോട്ടെങ്കിലും കടത്താന്ന് വെച്ചാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വാഗമണ്ണിൽ ഇപ്പോൾ ഒരു ധ്യാനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എന്നതായാലും ഞാൻ അവിടെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ. നാളെ തന്നെ എവരെ അങ്ങ് എത്തിക്കാനുള്ള വഴി നോക്കാം. എന്നതാ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ.
മനുഷ്യൻ. എന്നാ നിങ്ങൾ ചാവടിയിലോട്ട് ചെല്ല്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് കുളിച്ചുടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കണം. കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാ സണ്ണി ഫോണിൽ പറഞ്ഞത്. സാങ്കുട്ടിൻ്റെ അപ്പൻ്റെയും ചിങ്കടികളെയും കണ്ടുപിടിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കടത്താനാ ഞങ്ങളുടെ പ്ലാൻ. മറക്കരുത് ചേട്ടാ, വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ട് പാടി പ്രാർത്ഥിച്ച് അതാ എന്റെ. സാംകുട്ടിയോട് വറീഡ് ആവാതിരിക്കാൻ പറയൂ ചേട്ടാ. ഞാൻ എന്റെ ഹാർട്ട് ഇപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വച്ചിരിക്കുക, മാരേജിനുള്ള ദൈവവിളി കിട്ടാനായിട്ട്. Then and now. തമ്പുരാന്റെ കൃപ കൊണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും. ഓക്കെ ചേട്ടാ. ഓക്കെ. സാങ്കുട്ടിയെ പ്രത്യേകം സൂക്ഷിച്ചോണേ അനി. അവന് ചാടിപ്പോകാനെങ്ങാനും തോന്നിയാലോ? nothing. He's my love ചോയ് ചേട്ടാ. ഇവൻ എന്റെ അടുത്തുനിന്ന് അങ്ങനെ റൺ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതെനിക്ക് ഷോറാ. ഉറപ്പുണ്ടായച്ചാ മതി. Here continues our journey of adventures. Come സാംകുട്ടി. രണ്ടുപേരും റെഡി ആയല്ലോ. ഞാൻ പറയുന്നത് സാംകുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. സാംകുട്ടിയെ പിടിക്കാൻ വേണ്ടി അപ്പനും ഗുണ്ടകളും കറങ്ങി നടക്കുക എല്ലായിടവും. എന്നാലും എങ്ങനെയും അവരുടെ കണ്ണ് വെട്ടിച്ച് ധ്യാന കേന്ദ്രത്തിലോട്ട് കടക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. വാഗമണിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട് ഇപ്പോൾ. അത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവുമെന്ന് അറിഞ്ഞത്. അവിടുത്തെ അച്ഛനോട് എല്ലാം ഞാൻ ഫോണിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അച്ഛനെ നേരിട്ട് പോയി കാണുന്നുണ്ട്. അതാവുമ്പോ നമ്മൾ അങ്ങോട്ട് പോകുന്നവർ കരുതാനും ഇടയില്ല. അവിടെ വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ധ്യാനത്തിന്റെ അരൂപിയിൽ കല്യാണവും നടത്താം. അതേ ഉള്ളു ഞാൻ നോക്കിയിട്ടൊരു മാർഗം. എന്നാ പിന്നെ നിന്ന് നേരങ്ങളേതാ, നീ നേരെ വാഗമണിലോട്ട് വിട്ടോ. ബാലകൃഷ്ണൻ വഴി ഞാൻ ഇവരെ എത്തിച്ചോളാം. അപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. നീ വേഗം വിട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോയ് ചേട്ടാ, താങ്ക് യു ജോയ് ചേട്ടാ. എന്റെ തെറ്റുകൾക്ക് എന്നോട് ചേട്ടാ പോർക്കണം. എന്നതാടാ സാങ്കുട്ടി, പൊറുക്കാനും മാത്രം നീ എന്നോട് എന്നാ തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നോ ക്രൈ, നോ വറി, എവരിതിങ് ഓൾ റൈറ്റ്. എന്ത് വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. സലാം സഖാവേ, എന്നതാ പ്രോഗ്രാം? പ്രോഗ്രാം ഒക്കെ പലതുണ്ട്. വല്ല കൊട്ടേഷനോ മറ്റോ ആണോ കുട്ടപ്പാ? ചിലപ്പോ അങ്ങനെയും വരാം. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാ പറഞ്ഞാലും ഞങ്ങൾ ആരിപ്പണിക്ക് പോകത്തില്ല, അതുറപ്പാ. വക്കീലിന് കിട്ടിയ കൊട്ടേഷൻ കൊള്ളാം, ഫസ്റ്റ് അല്ലയോടൂ. അതെന്നാ കുട്ടപ്പാ ഇങ്ങനെ അർത്ഥം വെച്ച് പറയുന്നത്? എന്നതാ വിഷയം? ഞാനിവിടെ അറിയട്ടെ. വിഷയമൊക്കെ പുറകെ അറിഞ്ഞോളും. ഇപ്പൊ അതിന് വെറുതെ നേരം കളയണ്ട. തിരക്കുള്ളല്ലയോ, വക്കീല് വിട്ടോ. സഖാവ് പറഞ്ഞ നേരാ. എനിക്കിപ്പൊ കുറച്ച് തിരക്കുണ്ട്, നമുക്ക് കാണാം. പിന്നെന്താ, എപ്പോ വേണമെങ്കിലും കാണാം. ഓക്കെ. വക്കീലിന്റെ ഒരു സ്നേഹം കണ്ടില്ലയോ? ഇവൻ ആ പിശുക്കൻ ജോയുടെ സഹായി. പച്ച മലയാളത്തിൽ പറഞ്ഞ കൂട്ടിക്കൊടുപ്പുകാരൻ. അത് പിന്നെ എനിക്കറിയാമല്ലോ. നീ ഇങ്ങനെ പേടിക്കാതെ എന്റെ സണ്ണി. അവന്മാരെന്നാന്ന് വെച്ചാൽ അങ്ങ് ചെയ്യട്ടെ, നമുക്ക് നോക്കാവുന്നേ. നീ ഇതത്ര നിസാരമാക്കണ്ട. വിഷവിത്താ കുട്ടപ്പൻ. യവന്മാർ ഇതിന് എന്നാ പണിയാ ഒപ്പിക്കാൻ പോകുന്ന എന്റെ കർത്താവേ, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. നിന്റെ വീട്ടിലോട്ടെങ്ങാണോ യവന്മാർ കയറി വരുവാടാ ജോയിയെ? നീ നിന്റെ പാട് നോക്കി പോ സണ്ണി. കയറി വരുന്നവർ വരട്ടെ. ചെറുക്കനെയും പെണ്ണെ എന്താ ഇപ്പം കടത്താൻ പോവാ ഞാനിവിടുന്ന്. നീ നേരം കളയേണ്ട, ഫോൺ വെച്ചിട്ട് പോടാവേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. ഇവൻ്റെ ഒരു കാര്യം എന്നതാ ഒരു പേടി. ചേച്ചി പോയി വായന. അന്നക്കുട്ടി, my sweet girl. പന്തയത്തിൽ ജയിച്ചോ ചേച്ചിയും ചേട്ടനും? പിന്നല്ലാതെ. അപ്പൊ എന്നാ കല്യാണം? I don't know അന്നക്കുട്ടി. അങ്ങ് ദൂരെ വെച്ചെങ്കാണ്ട്, very far off. Date and time, no idea. Definitely I will come to you after marriage. Okay, sweetie? കല്യാണം കഴിഞ്ഞാ തീർച്ചയായിട്ടും ആനി ചേച്ചി മോളെ കാണാൻ വരുമെന്നാ ചേച്ചി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചേച്ചി പോണ്ട. I'll miss you. എപ്പോഴും കാണും ഇവിടെ ആണും പെണ്ണുമായിട്ട് നമ്മൾ അറിയാത്ത ചിലരൊക്കെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എത്ര തവണ ഇത് കണ്ടിരിക്കുന്നു. കൂട്ടിക്കൊടുത്തും വേശ്യാലയം നടത്തിയൊക്കെയല്ലേ ഈ ജോയ് കാശുണ്ടാക്കിയത്. സഖാവ് അങ്ങനെ പറയരുത്. ഒരു 10 തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളതെങ്കിലും ഉണ്ടാക്കി വെച്ചാ അവന്റെ ഇച്ചാച്ചൻ പിശുക്കം വറിയത് പരലോകത്തോട്ട് അങ്ങ് പോയത്. തനിക്ക് എന്നാ അറിയാം? പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്തുണ്ടാക്കിയതാണെങ്കിലും
വറീത് മാപ്പിള കൊടുത്തേച്ച് പോയതിന്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്നാലും അതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ കറിയാച്ച.